ഫുട്ബോൾ പ്രേമികളിൽ ആവേശം നിറച്ച് ബഹ്റൈനിൽ മീഡിയ വൺ ഒരുക്കിയ സൂപ്പർ കപ്പിന്റെ കാഴ്ചകളാണ് ഇനി. ഒട്ടനവധി ഫുട്ബോൾ ക്ലബ്ബുകളും നിരവധി ഫുട്ബോൾ പ്രേമികളുമുള്ള ഇടമാണ് ബഹ്റൈൻ. പ്രവാസികളുടെ കളി ആവേശവും കാൽപന്തിനോടുള്ള പ്രണയവും ഇവിടെ സജീവമാണ്. ടൂർണമെന്റുകൾ നിരവധി നടന്നിട്ടുള്ള ബഹ്റൈനിൽ പക്ഷേ ഇതുപോലൊന്ന് ആദ്യമായിരുന്നു. ആവേശത്തിരയിളക്കി പുതുചരിത്രമെഴുതി മീഡിയ വൺ ഒരുക്കിയ ആദ്യ സൂപ്പർ കപ്പ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ വൺ ചെയ്ത ഈ സൂപ്പർ കപ്പ് ഇറ്റ്സ് സോ ഗുഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ കുറേ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട്സ് വരുന്ന വ്യത്യസ്തമായ ആൾക്കാരാണ്, നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും ജനത്തിരക്ക് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല നമ്മളെപ്പോഴും കളി കാണാൻ വരുന്നു എന്നത് അതിൽ കൂടുതലായിട്ട് നമ്മൾ ഗേൾസിനായിക്കോട്ടെ ഒരുപാട് അവസരങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഓപ്പൻ ആയിക്കോട്ടെ, നാടൻ പാട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുക്കിംഗ്, അങ്ങനത്തെ പായസം കോമ്പറ്റീഷൻ, അങ്ങനെയൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്കും അത് കുറച്ചുകൂടെ എന്താ പറയുക ഒരു ആവേശമാണ്. ബഹ്റൈനിലെ ഫുട്ബോൾ പ്രേമികളുടെ മനം നിറച്ചു അക്ഷരാർത്ഥത്തിൽ സൂപ്പർ കപ്പ് മത്സരങ്ങൾ. സിഞ്ചിലെ അഹ്ലി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ കാണാൻ ഒഴുകിയെത്തിയത് വൻ ജനാവലിയാണ്. ഇപ്പം ഇതുവരെ ഒരുപാട് സംഘടനകൾ ഇങ്ങനത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും ടോപ്പ് പരിപാടിയായിട്ട് ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ച് മീഡിയ വൺ സംഘടിപ്പിച്ച പരിപാടിയാണ്. അടിപൊളിയാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഒരു 8 വർഷമായി ബഹ്റൈനിൽ. അപ്പോൾ ഇത്രയും ജനപങ്കാളിത്തം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും ആവേശമാണ്. വീറും വാശിയും നിറഞ്ഞ ടൂർണമെന്റിന്റെ കലാശപ്പോരിൽ സ്പോർട്ടിംഗ് FC സൂപ്പർ കപ്പ് ജേതാക്കളായി. മറീന FC ടീം റണ്ണറപ്പായി. ഫൈനൽ മത്സരത്തിൽ മറീന FCയെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കിയായിരുന്നു സ്പോർട്ടിംഗ് FCയുടെ മുന്നേറ്റം. അത്യാവശ്യം ഞങ്ങൾക്കും തന്നെ കുറെ കാലത്തിന് ശേഷം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. ഞങ്ങൾ തന്നെ അതുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ എൻജോയ് ചെയ്തിട്ട്. എന്തായാലും അടിപൊളിയാണ്. ബഹ്റൈൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് 8 പ്രമുഖ ടീമുകളെ അണിനിരത്തിയായിരുന്നു മത്സരങ്ങൾ. അൽ ഖാദിസിയ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് യൂസുഫ് ബഹസാദിന്റെ കിക്ക് ഓഫിൽ പ്രൗഢമായിരുന്നു തുടക്കം. ഇത്രയും വലിയൊരു കപ്പ് ഇവിടെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും മീഡിയ വണ്ണിൻ്റെ ഈ ഫംഗ്ഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിൽ ഇത് തുടർന്നു പോകുമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നടക്കട്ടെ. പ്രവാസ ലോകത്തെ മികവുറ്റ കാൽപന്ത് കളിക്കാരെ കളത്തിലിറക്കിയായിരുന്നു മത്സരങ്ങൾ. പടുകൂറ്റൻ കപ്പും മികച്ച പ്രൈസ് മണിയും വിപുലമായ ജനകീയതയും സൂപ്പർ കപ്പിന് പൊലിമ പകർന്നു. സൂപ്പർ കപ്പ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ പറ്റി. ഒരുപാട് വർഷത്തിന് ശേഷം, ഞാനിപ്പോൾ 7 വർഷം പോലെ ബഹ്റൈനിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ കളി ഗ്രൗണ്ടിൽ കാണുന്നത്. മീഡിയ വണ്ണിൻ്റെ ഈ ഒരു ഇവൻ്റ് അടിപൊളിയാണ്. സൂപ്പർ. എന്താ പറയുക, ഞാനൊരു 10-18 വർഷമായി ഇവിടെ. ഏറ്റവും നല്ലൊരു ടൂർണമെൻറ്റും പിന്നെ ഇത്രയും ജനപങ്കാളിത്തം ആദ്യമായിട്ടാണ്. കളിയോടൊപ്പം കലയും വിനോദവും സമന്വയിപ്പിച്ച് വേറിട്ട രീതിയിലായിരുന്നു സംഘാടനം. ഫുട്ബോൾ മാമാങ്കത്തിന് പൊലിമ പകരാൻ ഇന്ത്യൻ കലാസംഘങ്ങൾ മുതൽ നാടൻ പാട്ടുകൂട്ടം വരെ അണിനിരന്നു. ഫുട്ബോൾ മത്സരങ്ങളോടൊപ്പം വിവിധ കലാപ്രകടനങ്ങൾ ഒരുക്കിയ സോക്കർ കാർണിവൽ എല്ലാവരുടെയും പ്രശംസ നേടി. പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ നല്ല രസകരമായിട്ട് വരും. നമ്മൾ എൻജോയ് ചെയ്യുന്നു ശരിക്കും. മീഡിയ വൺ സൂപ്പർ കപ്പ് ബഹ്റൈനിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗാനമേളയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇപ്പോൾ പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫാമിലിക്കും കൂടെ ഇൻവോൾവ് ആകാൻ പറ്റുന്നതുകൊണ്ട് സൂപ്പറാണ്. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മികച്ച പങ്കാളിത്തം സൂപ്പർ കപ്പിനെ കൂടുതൽ ജനകീയമാക്കി. വിവിധ സംഘടനാ നേതാക്കളും സ്ഥാപന മേധാവികളും മീഡിയ വൺ പ്രതിനിധികളും ചേർന്ന് ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. അങ്ങനെ ബഹ്റൈനിലെ ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തന്നെ കൂട്ടിച്ചേർത്തു സൂപ്പർ കപ്പ്. ഇനി സൂപ്പർ കപ്പിന്റെ സീസൺ 2 വേണ്ടിയാണ് പവിഴ ദ്വീപിലെ ഫുട്ബോൾ പ്രേമികളുടെ കാത്തിരിപ്പ്.